ഗാന്ധിജി 1907 മുതൽ കാർട്ടൂണുകൾ 1906-7 മുതൽ കാർട്ടൂണുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ സമരം ചെയ്യുന്ന കാലത്ത് അവിടെ ഇറങ്ങിയിരുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിൽ ടൈംസിൻ്റെ ജോഹന്നസ്ബർഗ് എഡിഷനിൽ ഗാന്ധി സ്ഥിരമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്ക് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാർട്ടൂണുകളിൽ 1906-7 കാലത്തൊക്കെ ഗാന്ധിയുടെ കാർട്ടൂണുകൾ അവിടെയുണ്ട്. അക്കാലത്ത് ഗാന്ധിയെ വരയ്ക്കാൻ കാർട്ടൂണിസ്റ്റുകൾക്ക് ഇന്നത്തെ പോലെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന പോലെ എളുപ്പമായിരുന്നില്ല. അന്നത്തെ രൂപം നിങ്ങൾ ഇടതുവശത്ത് കാണുന്ന രൂപമായിരുന്നു ഗാന്ധിയുടെ രൂപം. പരിഷ്കരിച്ച ഒരു ബാരിസ്റ്റർ വേഷവിധാനത്തോടു കൂടിയോ അതിൻ്റെ ചെറിയ ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള വേർഷനിലുള്ള വസ്ത്രധാരണത്തോടു കൂടിയൊക്കെയാണ് ഗാന്ധിജി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഗാന്ധിജി ഈ നമ്മളിന്ന് അറിയുന്ന രൂപത്തിലേക്ക് മാറിയത് 1921 സെപ്റ്റംബർ 21-നാണ്. കൃത്യമായ സമയവും ഡേറ്റും ഉണ്ട്. അദ്ദേഹം മുടി തലമുണ്ടനം ചെയ്ത് ഒരു ചെറിയൊരു കുടുമയുടെ ഭാഗം, ഈ കുടുമയുടെ ഭാഗവും പിന്നീട് കാർട്ടൂണുകളിൽ നിന്ന് അപ്രത്യക്ഷമായി, അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ നിന്നും അപ്രത്യക്ഷമായി. ഇത് നിങ്ങൾ ഡേവിഡ് ലോ അക്കാലത്ത് വരച്ച ഗാന്ധിയിലും ഈ കുടുമയുടെ ഒരു അവശിഷ്ടം കാണാം. ഈ രൂപത്തിലേക്ക് മാറി. അപ്പോൾ ഗാന്ധിജി ചെയ്തത് ഏറ്റവും വലിയ സേവനം കാർട്ടൂണിസ്റ്റുകൾക്ക് വേണ്ടി ചെയ്ത സേവനമാണ്. അത് എത്ര എളുപ്പത്തിൽ ഒരു തുടക്കക്കാരനായ കാർട്ടൂണിസ്റ്റിന് പോലും വരയ്ക്കാൻ പറ്റുന്ന, എത്ര അവിദഗ്ധമായി വരച്ചാലും പെട്ടെന്ന് ആൾക്കാർക്ക് കണ്ടാലറിയാവുന്ന ഒരു രൂപമായിട്ട് ഗാന്ധി മാറി. ഈ വരച്ച വര എമറി കെല്ലൻ എന്ന് പറയുന്ന ഒരു അതിവിശിഷ്ട കാർട്ടൂണിസ്റ്റ് ലീഗ് ഓഫ് നേഷൻസിലൊക്കെ നടന്ന്, ഐക്യരാഷ്ട്രസഭയുടെ മുമ്പുണ്ടായിരുന്ന ഒരു ലോകരാഷ്ട്ര സംഘടനയായിട്ടുള്ള ലീഗ് ഓഫ് നേഷൻസിലൊക്കെ നടന്ന് അവിടെയുള്ള ആൾക്കാരെ വരച്ചിരുന്ന ഒരു കാർട്ടൂണിസ്റ്റാണ്. ഒരു കാലത്ത് ഹിന്ദു പത്രത്തിൽ ഒരു ചെറിയൊരു ഷോർട്ട് കോളം എഴുതിയിരുന്നു എമറി കെല്ലൻ, സൺഡേ പേപ്പർ. എമറി കെല്ലൻ വരച്ച രൂപമാണ്. അപ്പോൾ ഈ രൂപം ആണ് പിന്നീട് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ആദ്യം ഞാൻ കാണിക്കുക 1, 2, 3 ദക്ഷിണാഫ്രിക്കൻ കാലത്തെ കാർട്ടൂണുകളാണ്. അതിൽ ചെയ്ത ഗാന്ധി, അതിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രൂപപരമായി ഗാന്ധി വളരെ സരളമായ കാർട്ടൂൺ വരയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു രൂപമായിട്ട് മാറുകയും കാർട്ടൂണുകളിൽ സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഗാന്ധി ചെയ്ത വേറൊന്ന്, ഗാന്ധിയുടെ രാഷ്ട്രീയം കാർട്ടൂണിസ്റ്റുകൾക്ക് കൈകാര്യം ചെയ്യാൻ ആനുപാതികമായിട്ട് തന്നെ ക്ലിഷ്ടമായി, ബുദ്ധിമുട്ടായി. രൂപത്തിൽ കിട്ടിയ സാരല്യം കാർട്ടൂണിസ്റ്റിന് വിമർശിക്കാൻ പറ്റണം, കുറ്റപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവമാണ്. ഞങ്ങൾ വി ആർ ഫോൾട്ട് ഫൈൻഡേഴ്സ്, കുറ്റം കണ്ടുപിടിക്കലാണ് ഞങ്ങളുടെ ജോലി. ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ കുറ്റം കണ്ടുപിടിക്കാൻ കാർട്ടൂണിസ്റ്റുകൾ വിഷമിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ രൂപം നേരത്തെ പറഞ്ഞതുപോലെ ഈ രൂപം ഗണേശൻ്റെ രൂപം, ഗണപതിയുടെ രൂപം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപമാണ്, കണ്ടാലറിയുന്ന രൂപമാണ്. ഏത് ചെറിയ ഗ്രാമത്തിലെ ഒരു സാധാരണ അച്ചടിശാലയിൽ, ഒരു പ്രസ്സിൽ അച്ചടിച്ചുണ്ടാക്കാവുന്ന രൂപമാണ്. ആ ലെവലിലെ ലാളിത്യം, ഒരു ഗ്രാഫിക് സ്വഭാവം ഗാന്ധിക്ക് ഉണ്ടായി. ആദ്യം പറഞ്ഞ ഈ രൂപം രംഗ വരച്ച പ്രശസ്തമായ ഒരു കാർട്ടൂണാണിത്. ഒറ്റ വരയിൽ ഗാന്ധിയെ വരച്ചത് കാർട്ടൂണിസ്റ്റ് രംഗയാണ് ആദ്യം. ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ ആദ്യമായി ആഫ്രിക്കയിലൊക്കെ കാർട്ടൂണിസ്റ്റുകൾ കണ്ടതും കാണാം. ഇതിൽ വിമർശനമുണ്ട്. കാരണം അത് വിമർശിക്കപ്പെടുന്നത് നിയമലംഘനത്തിന് ഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ നിയമലംഘനം തെറ്റാണെന്ന് കാർട്ടൂണിസ്റ്റ് പറയുന്നുണ്ട്. നിയമലംഘനത്തിൻ്റെ പേരിൽ ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട് ഈ കാർട്ടൂൺ. അത് വളരെ പെട്ടെന്ന് മാസങ്ങൾക്കകം ആ വിമർശനത്തിൻ്റെ മോന ഒടിയുന്നത് നമുക്ക് കാണാം. ഇതിൽ തന്നെ ഒരു നിരായുധൻ്റെ ശക്തി, ഗാന്ധിയുടെ ബിംബം ആയുധധാരിയായ ഒരു അധികാരിയോട് മുമ്പിൽ നിൽക്കുന്ന ഗാന്ധിയുടെ സ്റ്റേച്ചർ കാർട്ടൂണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1907 ഡിസംബറിൽ വന്ന ഒരു കാർട്ടൂണാണിത്. അപ്പോഴത്തേക്കും തന്നെ ഗാന്ധിജി ഏതാണ്ട് കാർട്ടൂണിൻ്റെ വിമർശനത്തിൻ്റെ ടാർഗറ്റ് അല്ലാതായി.
ഇവിടെ എത്തുമ്പോൾ കുറച്ചുകൂടി സങ്കീർണമായ ഒരു ഒരു തലത്തിലാണ് കാർട്ടൂണിസ്റ്റ് ഗാന്ധിജിയെ കാണുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തെ ഒരു മെരുക്കാൻ ഒരു പക്ഷേ ബുദ്ധിമുട്ടുള്ള ഒരു ആനയായിട്ടാണ് കാർട്ടൂണിസ്റ്റ് വരയ്ക്കുന്നത്. അതിൻ്റെ ഒരു പാപ്പാനാണ് ഗാന്ധി. പക്ഷെ യാന്ത്രിക കൃത്യതയോടുകൂടി ഉപയോഗിക്കാവുന്നൊരു യാന്ത്രികമായൊരു ഭരണകൂടമാണ് ആഭ്യന്തരമായിട്ട് കാണുന്നത്. അതിലാകപ്പാട് അവശേഷിക്കുന്ന ഒരു വിമർശനം നേരത്തെ കാർട്ടൂണിൽ നമ്മൾ കണ്ടതുപോലെ ഈ ആനയെ മെരുക്കി ഈ മനുഷ്യന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ചോദ്യമായിട്ട് വിമർശനം ചുരുങ്ങി. ഏതാണ്ട് കാർട്ടൂണിസ്റ്റ് ഗാന്ധിപക്ഷത്തായി കഴിഞ്ഞു 1906-07 ആകുമ്പോഴത്തേക്കും. ഈ ബിംബം, ഈ ആനയുടെയും ഈ യന്ത്രത്തിൻ്റെയും ബിംബം തുടർച്ചയായിട്ട് കാർട്ടൂണുകളിൽ വന്നുകൊണ്ടിരുന്നു. ഇത് കുറച്ചുകൂടി നമുക്കൊക്കെ പരിചയമുള്ള ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ള കാലമാണ് 1930-കളിലാണ്. അപ്പോഴത്തേക്കും ഗാന്ധിജി വിശ്വപ്രസിദ്ധനായ രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞു. ഉപ്പ് സത്യാഗ്രഹം, വട്ടമേശ സമ്മേളനമൊക്കെ നടന്ന കാലമാണ്. ഈ കാലത്ത് ഇതിലൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുള്ളത്, ഒരേ മുതലാളിയുടെ പത്രമാധ്യമ മുതലാളിയെ ലോർഡ് ബീവർ ബ്രൂക്കിൻ്റെ 2 പത്രങ്ങൾ രാവിലെ ഇറങ്ങുന്ന ഡെയിലി എക്സ്പ്രസ്സിൽ അവിടെ പ്രശസ്തനായ ഒരു സിഡ്നി സ്ട്രൂബ് എന്ന് പറഞ്ഞൊരു കാർട്ടൂണിസ്റ്റാണ് വരച്ചുകൊണ്ടിരുന്നത്. വൈകുന്നേരം ഇറങ്ങുന്ന ഈവനിങ് സ്റ്റാൻഡേർഡിൽ നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള സർ ഡേവിഡ് ലോ നമ്മുടെ കാർട്ടൂണിസ്റ്റുകളെ, ആദ്യ തലമുറയിലെ കാർട്ടൂണിസ്റ്റുകളെയൊക്കെ സ്വാധീനിക്കുകയും ടൈംസ് ഓഫ് ഇന്ത്യയിലും ഹിന്ദുവിലും ഒക്കെ സ്ഥിരമായിട്ട് അച്ചടിച്ച് വന്ന് നമ്മൾ ഈ കാർട്ടൂണുകളൊക്കെ കണ്ടിട്ടുണ്ട്. വലതുവശത്ത് കാണുന്ന ഈ കാർട്ടൂണൊക്കെ അവരുടെ 2 പേരുടെയും ട്രൂബിൻ്റെ കാർട്ടൂണിൽ ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനം ഇത് തന്നെയാണ്. നിങ്ങൾ അഹിംസാവാദിയായ ഈ മനുഷ്യൻ ആഹ്വാനം ചെയ്ത് നടത്തുന്ന സമരം ഹിംസാത്മകമാവുന്നു, നിയമലംഘനമായി മാറുന്നു. ആ ഒരു വിമർശനമുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് 3 കുരങ്ങന്മാരെ പോലെ ഇത് അത് കാണാത്ത ഭാവത്തിലിരിക്കുന്നു എന്നാണ് കാർട്ടൂൺ പറയുന്നത്. അതാണ് ഏറ്റവും മൂർച്ചയുള്ള വിമർശനം 1930-കളിൽ സ്ട്രൂബ് നടത്തുന്നത്. സ്ട്രൂബ് ഒരു കൺസർവേറ്റീവ് കാർട്ടൂണിസ്റ്റായിരുന്നു. നേരെ മറിച്ച് പൊതുവെ ഒരു ഇടതുപക്ഷ ലിബറൽ ചിന്താഗതിയുള്ള ഒരു കാർട്ടൂണിസ്റ്റായിരുന്നു. അവരുടെ പെർസെപ്ഷനിലുള്ള വ്യത്യാസം കാണാം. ഗാന്ധിയെ കൂടാതെ നടത്തുന്നൊരു കോമൺവെൽത്ത് സമ്മേളനം നമ്പർ 10 ഡൗണിങ് സ്ട്രീറ്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടക്കുമ്പോൾ പുറത്തൊരു ഏതാണ്ടൊരു ഒരു വിശുദ്ധ രൂപത്തെ പോലെ ഗാന്ധിജിയെ വരച്ചു വച്ചിട്ടുണ്ട്. തലയുടെ മുകളിലൊരു ഒരു അറിയാത്തൊരു ഹേലോ, ഒരു പ്രഭാവലയം പോലെ നമുക്ക് കാണും. അങ്ങനെ ഒരു രൂപമായിട്ട് പുറത്ത്, അതായത് ഏറ്റവും അധികം പ്രാതിനിധ്യം ഒരു കോളനിയിൽ പ്രാതിനിധ്യം ഉള്ള ഒരു മനുഷ്യനെ ഒഴിവാക്കി ഈ സമ്മേളനം നടത്തുന്നതിൻ്റെ നിരർത്ഥകതയാണ് ലോ വരച്ചു കാണിക്കുന്നത്. ഇത് അതിപ്രശസ്തമായിട്ട് പലയിടത്തും റീപ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടൊരു കാർട്ടൂൺ അക്കാലത്ത്, പാസിംഗ് ഷാഡോ. അതിൻ്റെ ഡീറ്റെയിൽസാണ് കുറച്ചുകൂടി നല്ല സ്കാൻ. ഗാന്ധിയുടെ രൂപം ശ്രദ്ധിച്ചാൽ ഇഫ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട് കയ്യിലുള്ള ഒരു കടലാസിൽ. പിന്നീട് അക്രോസ് ദ അറ്റ്ലാന്റിക്, അന്നത്തെ കാർട്ടൂണിൻ്റെ തലസ്ഥാനം ലണ്ടൻ തന്നെയായിരുന്നു, ഫ്ലീറ്റ് സ്ട്രീറ്റൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്ലീറ്റ് സ്ട്രീറ്റിൽ നിന്ന് അമേരിക്കൻ കാർട്ടൂണിങ്ങിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് അതേ കാലത്ത് അമേരിക്കയിൽ അന്നത്തെ ഏറ്റവും തലമുതിർന്ന വലിയൊരു പെരുന്തച്ഛൻ എന്നൊക്കെ വിളിച്ചിരുന്ന ഫിറ്റ്സ് പാട്രിക് എന്ന് പറഞ്ഞ ഒരു ശക്തനായ ഒരു എഡിറ്റോറിയൽ കാർട്ടൂണിസ്റ്റ്, സെൻറ്റ് ലൂയിസ് ഡിസ്പാച്ചിൽ, അദ്ദേഹത്തിന് ഗാന്ധിജി ഒരു രൂപമാക്കാൻ പോലും പറ്റില്ല. അരൂപിയായ ഒരു പുണ്യാത്മാവൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. സാധാരണ കാർട്ടൂണിൻ്റെ ഭാഷയുടെ അപ്പുറത്തേക്ക് കിടന്ന് ഒരുതരം ഒരു എക്സ്പ്രഷനിലേക്ക് ഫിറ്റ്സ് പാട്രിക് പോയി. അത് ശക്തമായിട്ട് വിമർശനാത്മകം വരയ്ക്കുന്ന ഒരു കാർട്ടൂണിസ്റ്റാണ് ഫിറ്റ്സ് പാട്രിക്. അപ്പോൾ ഗാന്ധിയെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിൽ ഗാന്ധിജി ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അസാധാരണമായിരുന്നു. ഇതിൽ കാണുന്ന വേറൊരു സവിശേഷത, ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ മൂർച്ചയുള്ള പരിഹാസം കൊണ്ടു നടക്കുന്ന കാർട്ടൂണിസ്റ്റുകൾ പോലും ഗാന്ധിജിയെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയാൽ കാവ്യാത്മകമായ ഭാഷയിലേക്ക് നീങ്ങുകയോ കാവ്യാത്മകമായ രൂപകങ്ങളിലേക്ക് നീങ്ങുകയോ ചെയ്യുകയും
കവിയായിരുന്ന സരോജിനി നായിഡു ഗാന്ധിയെപ്പറ്റി കാർട്ടൂണിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മിക്കി മൗസ് എന്ന് ഗാന്ധിജിയെ വിളിച്ചത് സരോജിനി നായിഡുവാണ്. അങ്ങനെ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു അയാളുടെ എന്തിനോട് ഇണങ്ങുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയവും നമ്മൾ ഈ കാർട്ടൂണിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ കാർട്ടൂണിനോട് ഒരു അസാധാരണമായ രീതിയിൽ ഇണങ്ങി നിൽക്കുകയും എന്നൊരു ഒരു ഒരു പ്രത്യേകതരം സാന്നിധ്യമായിരുന്നു ഗാന്ധി. അങ്ങനെ വേറെ ഒരു ലോക നേതാവും ഇവിടെയോ പുറത്തോ ഒന്നും ഇങ്ങനെ കാർട്ടൂണുമായിട്ട് ഈ രീതിയിൽ കാർട്ടൂണുമായിട്ട് ഇടപെട്ട് നിന്നിട്ടില്ല. കാർട്ടൂണിൽ സാധാരണ വിമർശനം ഏറ്റുവാങ്ങുക, അതിന് കാണിക്കുന്ന മഹാമനസ്സിനെയാണ് നമ്മൾ ലിബറലിസം എന്ന് പറയുന്നത്. ഇവിടെ വിമർശനം ഏറ്റുവാങ്ങുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് കാർട്ടൂണിനെ സ്വാധീനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഗാന്ധി നീങ്ങുന്നത് നമുക്ക് കാണാം. അതൊരു അസാധാരണ സവിശേഷതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറെ ഒരു നേതാവിലും ഇത് കണ്ടിട്ടില്ല. ഇത് 3 അവസാന വൈസ്രോയ് ലിൻലിത്ഗോ മുതൽ ക്രിപ്സ് വരെയുള്ള കാലത്ത് ഇവിടെയും കാണാം. നേരത്തെ കണ്ട ആന ഒരു ശങ്കർ കാർട്ടൂണിൽ ഗാന്ധിജി ആനയാവുന്നു. വീണ്ടും ഗാന്ധിജിയെ വീണ്ടും നമ്മൾ തുറന്നു പോകുമ്പോൾ ഗാന്ധിജി ആനയായിട്ട് വരയ്ക്കുന്നത് നമ്മൾ കാണും. അപ്പോൾ ആന എന്ന് പറഞ്ഞാൽ ഈ ആനയ്ക്ക് നല്ല ഓർമ്മയുള്ള ഒന്നും മറക്കാത്ത ആന എന്നാണ് ശങ്കർ പറയുന്നത്. പിന്നെ രൂപത്തോട് ചെയ്യുന്ന ഒരു കാർട്ടൂണിസ്റ്റും സാധാരണ രൂപം ചുരുക്കി വരയ്ക്കാനാണ് കാർട്ടൂണിസ്റ്റ് ശ്രമിക്കുക. അതായത് ഒരാളെ കഷ്ടിച്ചൊരു 5.5 അടിയോളം ഉയരമുള്ള ഒരാളെ 6-6.25 അടിയോളം ഉയരമുള്ള ലിൻലിത്ഗോൻ്റെ ഒപ്പം ഇലോങ്ങേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ്. അതായത് ഗാന്ധിജി ഒരിക്കലും വൈസ്രോയുടെ അടുത്തിരിക്കുമ്പോൾ കൊച്ചാക്കാതിരിക്കാൻ കാർട്ടൂണിസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുന്നു. അതുപോലെ വൈസ്രോയെ നിലത്തിരുത്തുന്നു, ഒരു ഇന്ത്യക്കാരൻ സ്ക്വാറ്റ് ചെയ്യുന്നത് പോലെ. അയാളുടെ മുകളിൽ കയറി താഴോട്ട് നോക്കുന്ന ഗാന്ധി ഒരു അധികായനായി കാർട്ടൂണിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. കാർട്ടൂണിൻ്റെ ഭാഷയുടെ പുറത്താണത്. സാധാരണ കാർട്ടൂണിൻ്റെ ഭാഷ നേതാവിനെ കൊച്ചാക്കണം, ചെറുതാക്കണം. അതായത് ഒരു കാർട്ടൂണിൻ്റെ ടാർഗറ്റായിട്ടുള്ള കാരിക്കേച്ചർ എന്നതിനപ്പുറം കാർട്ടൂണിനോട് ഇണങ്ങുന്ന ഒരു കോമിക് ക്യാരക്ടറായിട്ട് ഗാന്ധി മാറുന്നതാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് താല്പര്യം ഉണ്ടാകാവുന്നൊരു കാർട്ടൂൺ സർ സി പി രാമസ്വാമി അയ്യർ 1940കളിൽ ഫെബ്രുവരി മാർച്ചിൽ ഗാന്ധിജിയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. ട്രാവൻകൂറിൻ്റെ പുറത്തുള്ള ഒരാളാണ് താങ്കൾ തിരുവിതാംകൂറിൻ്റെ കാര്യത്തെപ്പറ്റി, ഇവിടുത്തെ രാഷ്ട്രീയത്തെപ്പറ്റി ഒന്ന് അഭിപ്രായപ്പെടേണ്ടതെന്ന്. ഇന്ത്യ ഒട്ടുക്കും ലോകം ഒട്ടുക്കും ഒരു അന്യനായിട്ട് കാണാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെ തിരുവിതാംകൂറിൻ്റെ ദിവാൻ അന്യനായിട്ട് കാണുന്നുണ്ട്. അതിന് ഗാന്ധിജി മറുപടി ആയിട്ട് ഒരു എഡിറ്റോറിയൽ എഴുതുന്നുണ്ട്. അതിലാണ് അതിൻ്റെ ടൈറ്റിലാണത് റീഡ് ദ സയൻസ്. തിരുവിതാംകൂറിൽ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഗാന്ധിജി സർ സി പിയോട് പറയുന്നുണ്ട്. ഇതാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ മുഹൂർത്തം. ഇത് വരച്ചത് ശങ്കറാണ്. പാർട്ടീഷൻ, വിഭജനം. നേരത്തെ ഗാന്ധിജിക്ക് തടയാനായ ആഭ്യന്തരത്തിൻ്റെ പുതിയ തീവണ്ടി ട്രാക്ക് 2ആയിട്ട് ഹിന്ദുസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും 2 ദിശയിലേക്കും നീങ്ങുമ്പോൾ ആ ട്രെയിൻ ഒരാനപ്പുറത്തിരുന്ന് മുമ്പ് നിർത്തിയതുപോലെ നിർത്താൻ പറ്റാതെ ഏകനായി നിർത്താൻ നടത്തുന്നൊരു വിപുല ശ്രമമാണിത്. ഗാന്ധിജിയുടെ ജീവിതം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്. ഏതാണ്ട് ഇവിടെ എത്തുമ്പോൾ ഗാന്ധിജിയുടെ മരണാനന്തരം ഗാന്ധിജി പ്രത്യക്ഷപ്പെട്ട കാർട്ടൂണുകൾ നേരത്തെ കാണിച്ച ഫിറ്റ്സ്പാട്രിക്ക് എബ്രഹാം ലിങ്കനോട് തുല്യമായിട്ട് അദ്ദേഹത്തെ വരയ്ക്കുകയും 60കളിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഒക്കെ വന്ന് മാർട്ടിൻ ലൂതർ കിങ് കൊല്ലപ്പെടുമ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിനെ സ്വീകരിക്കാൻ ഗാന്ധിജി അവിടെ പരലോകത്ത് ഉള്ളതായിട്ട് സങ്കല്പിച്ച് വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബിൽ മോൾഡിൻ എന്ന് പറഞ്ഞൊരു പ്രശസ്തനായ ഒരു പുലിറ്റ്സർ വിന്നിങ് കാർട്ടൂണിസ്റ്റാണ് രണ്ടാമത്തെ ചിത്രം വരച്ചിരിക്കുന്നത്.
ഇപ്പോൾ ഓരോ രാജ്യത്തും അവർക്ക് പരിചയമുള്ള ഏറ്റവും വിശിഷ്ട നേതൃത്വത്തിനോടോ വ്യക്തിത്വത്തിനോടോ ഉപമിച്ചാണ് ഗാന്ധിജിയെ കാർട്ടൂണിസ്റ്റുകൾ കണ്ടുകൊണ്ടിരുന്നതെന്ന് ഓർക്കണം. കാർട്ടൂണിസ്റ്റുകൾ വിമർശിക്കാനുള്ള അവസരം നോക്കി നടക്കുന്ന ആൾക്കാരാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ അബുവിൻ്റെ കാർട്ടൂണാണിത്. വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 1948 ഗാന്ധിജിയുടെ മരണാനന്തരം നമ്മുടെ കാർട്ടൂണുകളിൽ, ഇന്ത്യയിലെ കാർട്ടൂണുകളിൽ ഗാന്ധിജി എല്ലാ ഗാന്ധി ജയന്തി ദിവസത്തിലോ ചരമവാർഷികത്തിലോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന, അങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ചില പ്രത്യേക അവസരങ്ങളിൽ ഗാന്ധിജി വരുമായിരുന്നു. അബു ഇബ്രാഹിം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ ശേഷം ഡിസംബർ 6-ന് ശേഷം ഏതാണ്ട് റിട്ടയർ ചെയ്ത് ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന അബു വരച്ചയച്ച കാർട്ടൂണാണ്. ട്രിബ്യൂണിലൊക്കെ അച്ചടിച്ചു വന്ന കാർട്ടൂണാണിത് ഗാന്ധിജിയുടെ. ആ കൊല്ലം ഒരുപാട് ഗാന്ധി കാർട്ടൂണുകൾ വന്നു. ഒരുപാട് ഗാന്ധി കാർട്ടൂണുകൾ വരുമ്പോൾ ഇന്ത്യയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തോ ഒരു അപകട സൂചനയുണ്ട്. കാരണം സാധാരണ കക്ഷി രാഷ്ട്രീയത്തിനോ ഭരണ സംവിധാനത്തിനോ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനപ്പുറം എന്തോ സാമൂഹികമായിട്ടുള്ളൊരു ആങ്സൈറ്റി, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണത്. ആ കൊല്ലം മുഴുവൻ 92 ഡിസംബർ മുതൽ 93 എൻഡ് വരെയുള്ള ഒരു കൊല്ലം മുഴുവൻ ഒരുപാട് ഗാന്ധി കാർട്ടൂണുകളാണ്. ഒരു കണ്ടംപററി പോളിറ്റീഷ്യനേക്കാളും വലിയ സാന്നിധ്യമായിട്ട് ഗാന്ധി ഇന്ത്യൻ കാർട്ടൂണുകളിൽ കൊല്ലം മാറി. ഇത് രവിശങ്കർ വരച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെൻറ്റിനറി. ഇങ്ങനത്തെ ചില പ്രത്യേക അവസരങ്ങളിൽ ഗാന്ധിജി പ്രത്യക്ഷപ്പെടും. അതെല്ലാം ഗാന്ധിജിയുടെ മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ എത്ര അകന്നുപോയി എന്നാണ്, അങ്ങനെ ഒരു ഡ്രിഫ്റ്റാണ് ഇത്തരം കാർട്ടൂണുകളിൽ കാണുന്നത്. രവിശങ്കറിൻ്റെ കാർട്ടൂണിൽ നേരത്തെ അബു, പിന്നീട് ലക്ഷ്മൺ, ഗാന്ധി സിനിമ, അറ്റൻബറോൻ്റെ സിനിമ വന്ന സമയത്ത് വരച്ച ലക്ഷ്മണൻ്റെ കാർട്ടൂൺ. ഇത് കുട്ടി, ഇത് തീമാണ്. കുട്ടി വരച്ച നന്ദലാൽ ബോസിൻ്റെ ഇമേജിൽ നിന്നും കക്ഷി രാഷ്ട്രീയം, അധികാര രാഷ്ട്രീയം എത്ര മാറിപ്പോയി എന്നാണ് കുട്ടി പറയുന്നത്. ഇവിടുന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഗാന്ധിയോട് അടുത്തേക്ക് പോയ ഒരു കാർട്ടൂണിസ്റ്റാണ് OV വിജയൻ. ഇന്ന് എന്തുകൊണ്ട് ഗാന്ധി ആയിക്കൂടാ എന്ന് ചോദിച്ചാണ് വരയ്ക്കുന്നത്. അതായത് ജയപ്രകാശ് നാരായണൻ്റെ 70കളിൽ ജയപ്രകാശ് നാരായണനെ ഗാന്ധിയായിട്ട് തുടർച്ചയായിട്ട് വിജയൻ ചിത്രീകരിച്ചു. വിജയന് ഗാന്ധിജി ഒരു ആനുകാലിക രാഷ്ട്രീയ സാധ്യതയായിരുന്നു, അല്ലാതെ ഒരു ആദർശത്തിൻ്റെ, ഒരു അകന്നു നിൽക്കുന്ന ഒരു ആദർശത്തിൻ്റെ ബിംബമല്ല. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഗാന്ധിജിയെ കണ്ടൊരു കാർട്ടൂണിസ്റ്റാണ് വിജയൻ. അതിർത്തി ഗാന്ധി, ഇതിൻ്റെ ഒരു മലയാളം വേർഷനും വിജയൻ മാതൃഭൂമിയിൽ വരച്ചിട്ടുണ്ട്. ഒരതിർത്തി വരെ ഞങ്ങൾ ഗാന്ധിയന്മാരാണെന്ന് പറയുന്ന ഒരു കാർട്ടൂൺ. ഇത് ഗാന്ധിജിയുടെ കാലമൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ തലമുറ, എന്നെക്കാളും പ്രായം കുറഞ്ഞ കാർട്ടൂണിസ്റ്റുകൾ വരച്ച കാർട്ടൂണിസ്റ്റുകൾ. അന്ന ഹസാരെയുടെ ചില ഗാന്ധിയൻ പ്രഹസനങ്ങളുണ്ട്. അതിനോട് പ്രസാദ് എന്നുള്ള കാർട്ടൂണിസ്റ്റ് പ്രതികരിച്ച കാർട്ടൂണുകൾ. ഗോപാലകൃഷ്ണൻ വരച്ച 2 കാർട്ടൂണുകളാണ് ഗാന്ധിജിയെ പറ്റി. ഇതൊക്കെ സമകാലിക ജീവിതത്തിൽ ഈ കാർട്ടൂണിസ്റ്റുകളുടെ തലമുറ ഗാന്ധിയെ അറിയുന്നത് ഒരുപക്ഷെ ഗൂഗിൾ വഴിയും ഇൻ്റർനെറ്റ് വഴിയൊക്കെ ആയിരിക്കാം. അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവർ എടുക്കുന്നതും അത്തരം ഈ ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഗാന്ധിജിയെ വേണ്ടത്ര കാർട്ടൂണിസ്റ്റുകൾ വിമർശിച്ചില്ല എന്നാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, അങ്ങനെ വിമർശിച്ച ഒരു കാർട്ടൂൺ അഗ്രണി എന്ന് പറഞ്ഞൊരു ഒരു RSS പ്രസിദ്ധീകരണമാണെന്നറിയില്ല. ഏതായാലും സവർക്കർ എഡിറ്റ് ചെയ്ത ഒരു പ്രസിദ്ധീകരണമാണ്. അത് ഗോഡ്സെ സവർക്കറും മറ്റേ ശ്യാം പ്രസാദ് മുഖർജിയും കൂടി ഗാന്ധിജിയെ എന്ന രാവണനെ നിഗ്രഹിക്കുന്ന രാമലക്ഷ്മണന്മാരായിട്ട് വരച്ചൊരു കാർട്ടൂണാണ്. അതിൽ ഇവരിന്ന് സംഘ്പരിവാർ സ്വന്തമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരെ അതിൽ കാണാം. സർദാർ പട്ടേലിനെ കാണാം, നേതാജിയെ കാണാം, അല്ലാത്തവരെയും കാണാം. നെഹ്റു, രാജാജി, ആചാര്യ കൃപലാനി, അബുൽ കലാം ആസാദ് ഒക്കെ ഉണ്ട്. അന്നത്തെ ദേശീയ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ
മുതിർന്ന നേതാക്കന്മാരെ എല്ലാവരും ഈ രാവണൻ്റെ പല തലകളായിട്ട് കണ്ട ആണ് ഇത് കാർട്ടൂണുകൾ. കുറച്ചുകൂടി നമ്മളോട് അടുപ്പമുള്ള കാലത്ത് ഗാന്ധിജിയെ രൂക്ഷമായി വിമർശിച്ച ഒരു കാർട്ടൂണിസ്റ്റ് ബാലാസാഹേബ് താക്കറെയായിരുന്നു. ഗാന്ധിജിയുടെ പോവർട്ടേറിയൻ പോളിറ്റിക്സിനെ കളിയാക്കിയത് വരച്ച കാർട്ടൂൺ. ഈ നമ്മളൊക്കെ അറിയുന്നത് ഇന്ത്യൻ കാർട്ടൂണുകളെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ എപ്പോഴും നെഹ്റുവിൻ്റെ ഡോൺ സ്പെയർ മീ ശങ്കർ എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്താവനയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നെഹ്റു കാർട്ടൂൺ ആസ്വദിക്കുന്ന ആളായിരുന്നു എന്നുള്ള വാസ്തവമാണ്. അന്നത്തെ തലമുറ മൊത്തം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് പത്രപ്രവർത്തനത്തെയും കാർട്ടൂണിനെയൊക്കെ കണ്ട രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. അവരൊക്കെ കാർട്ടൂണിനെ എനിക്കൊന്ന് കാർട്ടൂണിനെ ആരോഗ്യകരമായ രീതിയിൽ തന്നെ കണ്ടിരുന്നു എന്ന് വേണം ധരിക്കാൻ. പക്ഷെ അതിനൊരു മേലെ ഒരടി മുന്നോട്ട് പോയി കാർട്ടൂണിനെ കണ്ട ഒരു നേതാവാണ് ഗാന്ധിജി. അത് പലർക്കും അറിയില്ല. ഗാന്ധിജി വാസ് എ കാർട്ടൂൺ എഡിറ്റർ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്നും പറഞ്ഞ് ജോഹന്നസ്ബർഗിൽ നിന്ന് അദ്ദേഹം ഇറക്കിയ പത്രത്തിൽ കാർട്ടൂണുകൾ വളരെ പ്രാമുഖ്യത്തോടു കൂടിയിട്ട് വലിയ നല്ല ഡിസ്പ്ലേയോട് കൂടിയിട്ടൊക്കെ എപ്പോഴും പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൻ്റെ ഗുജറാത്തി ഹിന്ദി ട്രാൻസ്ലേഷൻസ് ക്യാപ്ഷൻ്റെ കൊടുത്തിരുന്നു. കാർട്ടൂണുകൾ വർക്ക് ചെയ്യുന്നതിൽ കാർട്ടൂണിസ്റ്റ് കാണിക്കുന്ന സബ്വേഷൻ ഗാന്ധി സ്വന്തം രാഷ്ട്രീയത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടും കൂടിയാണ് കണ്ടിരുന്നതെന്നും വളരെ എളുപ്പം മനസ്സിലാവും. കാരണം സാഹിബിനോട് പറയുന്നത്, നിങ്ങൾ പറയുന്ന ജനാധിപത്യം ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിഷേധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞ എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾക്ക് വെച്ച് നീട്ടാത്തത് എന്ത്? അങ്ങനെയാണ് ചെയ്യുന്നത്. കാർട്ടൂണിസ്റ്റ് ചെയ്യുന്ന അതേ തരത്തിലുള്ള ഒരു തരം ഡയലോഗിങ്ങും ഒരു സബ്വേഷനും ഇൻവേഷനും ഒക്കെ ഗാന്ധിജി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി ഒരിക്കൽ ശങ്കറിനെ വിമർശിച്ചൊരു കത്ത് എഴുതുന്നു. ആ കത്താണത്. ആ കത്ത് വായിച്ചാൽ ഗാന്ധിജിയുടെ കാർട്ടൂണിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ വായന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വെറുതെ കാർട്ടൂണിൻ്റെ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി കാർട്ടൂണിനെ പിന്താങ്ങുന്ന ആളല്ല. ഗാന്ധിയുടെ അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പുണ്ടാവണമെന്നില്ല. ജിന്നയെക്കുറിച്ച് വരച്ച ഒരു ശങ്കർ കാർട്ടൂണിൽ അത് നല്ല ടേസ്റ്റിലല്ല, പേഴ്സണൽ അറ്റാക്കാണെന്നും പറഞ്ഞാണ് ഗാന്ധിജി ശങ്കറിനോട് ഈ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ജിന്നയുടെ രാഷ്ട്രീയവും ഗാന്ധിയുടെ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ താല്പര്യം ശങ്കർ അങ്ങനെ ഒരു കാർട്ടൂൺ വരയ്ക്കരുതായിരുന്നു എന്നാണ്. വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി ചോദ്യങ്ങൾ. എനിക്ക് ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഗോഡ്സെ ആയിരുന്നു അഗ്രണീയുടെ പത്രാധിപർ. അപ്പം അതിൽ വന്ന കാർട്ടൂണാണ്. ഞാൻ പലയിടത്തും അന്വേഷിച്ചു, അത് ആരാ വരച്ചതെന്ന് എന്തെങ്കിലും അറിയോ അതിനെപ്പറ്റി? അത് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റും അന്വേഷിച്ചാൽ. പക്ഷെ അത് ഇതുവരെ നമുക്ക് ഉറപ്പില്ല. ഇതിലൊക്കെ പലരും വരയ്ക്കുമായിരുന്നു, ആശയം കൊടുത്ത് വരപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലോ അക്കാലത്ത്. പക്ഷെ സഞ്ജയനൊക്കെ ഇവിടെ ചെയ്തിരുന്ന പോലെ ഭാസ്കരനൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ വരച്ച ഒരാളുണ്ടെങ്കിൽ പോലും അയാൾക്ക് അതിൻ്റെ മുഴുവൻ കർത്തൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നും കൂടി അറിയില്ല. അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് എനിക്കൊന്ന് മറാഠി കാർട്ടൂണിസ്റ്റ് അത് നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ in personal conversation ചോദിച്ചാണ്, why is Gandhi still being talked about? He's been dead and gone for 75 years. Yeah. Why are we still talking of him? That is I tried to answer it in one way. അതൊരു വരയ്ക്കുന്ന ഒരു പ്രാക്ടീഷണർ എന്നുള്ള നിലയ്ക്ക് നെഗറ്റീവാണ് കാർട്ടൂണിങ് എങ്കിലും കാർട്ടൂൺ ഒരു നെഗറ്റീവ് മീഡിയമാണ്. ഒരാളെ പേഴ്സണാലിറ്റിയെ ബിൽഡപ്പ് ചെയ്യാനല്ലല്ലോ, ഡിമോളിഷ് ചെയ്യാനും ഡിബങ്ക് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നൊരു മാധ്യമമാണ്. അതിൻ്റെ സ്വഭാവം അതാണ്, അതിൻ്റെ ഭാഷ അതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും നിരന്തരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന പ്രശ്നവും പരിഹാരവുമാണ്. ആ മാട്രിക്സിൽ ഗാന്ധിയെ നമുക്ക് ആവശ്യമില്ല. ഒരു വളരെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ളൊരു ഡെമോക്രസി നടക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ആരും കാർട്ടൂൺ വരയ്ക്കില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷണലായിരിക്കും, അല്ലെങ്കിൽ നിയമത്തിന് പുറത്തുള്ള സ്ഥാനത്തെ അത് ഹാൻഡിൽ ചെയ്യുമല്ലോ. അതുപോലെ അതിന് പുറത്ത് പോകുമ്പോഴാണ്, ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പുറത്തു പോയി
വർഗീയത വരിക, കറപ്ഷൻ, ആഡംബരം, ധൂർത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ഒരു ഏതാണ്ടൊരു മൂന്നാം ലോകത്തിൽ നിന്നും നിൽക്കുന്ന ഒരു തരം സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഗാന്ധി അറിയാതെ കയറി വരും. മാത്രമല്ല ഗാന്ധിയാണ് ഇന്ത്യയിൽ അക്രോസ് ദ പൊളിറ്റിക്കൽ സ്പെക്ട്രം, സത്യം പറഞ്ഞാൽ സത്യസന്ധതയുള്ളത് താക്കറെ പോലുള്ള ആൾക്കാർക്കാണ്. അവർ പരസ്യമായിട്ട് ഗാന്ധിയെ വിമർശിക്കും. ബാക്കിയുള്ളവരൊക്കെ പരസ്യമായിട്ട് വിമർശിക്കില്ലല്ലോ ഗാന്ധിയെ. ഇവിടുത്തെ വലതുപക്ഷവും ഇടതുപക്ഷവും എല്ലാവരും ആശയപരമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഇടതുപക്ഷം ഒരു കാലത്ത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ഗാന്ധിജിയെ കൊണ്ടു നടക്കുന്നത് ഇടതുപക്ഷമാണ്. അതിന് കാരണം നമുക്കറിയാം. കാരണം സാധാരണ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒരു ഇഷ്യൂ വരുമ്പോൾ, പ്രത്യേകിച്ചൊരു കാർട്ടൂണിസ്റ്റിന് നമുക്ക് സരളമായ ഋജുവായ ചില ബിംബങ്ങൾ വേണം. അങ്ങനൊരു ബിംബം ആണ് ഗാന്ധി. അങ്ങനെയാണ് ഗാന്ധി കാർട്ടൂണിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഗാന്ധിയെ വരച്ചാൽ എൻ്റെ വായനക്കാരൻ അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള റെക്കഗ്നിഷനുണ്ട്, അസാമാന്യ റെക്കഗ്നിഷനുണ്ട്. ഒരു 100 കൊല്ലമൊക്കെ ഇപ്പോൾ അബുവിൻ്റെ പഴയ കാർട്ടൂണുകൾ നമ്മളിവിടെ 330 കാർട്ടൂണുകൾ പ്രദർശിപ്പിച്ചപ്പോൾ മുഖവുര കൂടാതെയോ പരിചയപ്പെടുത്തലില്ലാതെയോ ഏത് ചെറുപ്പക്കാരായ ഒരു ചെറുപ്പക്കാരിക്കോ ചെറുപ്പക്കാരനോ അവിടെ വന്ന പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാതെ ആൾക്കാർ മനസ്സിലാക്കി 2 മുഖങ്ങളേ ഉള്ളൂ, ഗാന്ധിയും ചേക്കുവാരയും. ഗാന്ധി ആരാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ചേക്കുവാര ആരാണെന്നും പറഞ്ഞു കൊടുക്കേണ്ടത്. ബാക്കി ഏതാണ്ട് നെഹ്റുവിനെ വരെ ആൾക്കാർ ചോദിച്ചത് ആരാന്ന്. അപ്പം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ളൊരു ഇമേജ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചുള്ള നമുക്കുള്ള സങ്കല്പം, അത് ആ നിലപാടുകൾ അത് തന്നെയായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ അതിൻ്റെ അകത്തുള്ള അൺഅലോയ്ഡ് ഗുഡ്നെസ്. മാം ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ, ഇപ്പോൾ 75 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനി അടുത്തൊരു 75 കൊല്ലം കഴിഞ്ഞാലും ഗാന്ധിജിയെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ മറ്റൊരു നേതാവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമോ? അല്ലെങ്കിൽ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, അത്തരം ഒരു നേതാവ് വരേണ്ടതായിട്ടുണ്ട് എന്ന് കാർട്ടൂണിസ്റ്റിന് തോന്നുന്നുണ്ടോ? എനിക്ക് പേഴ്സണലായിട്ട് കുറക്കാലം രാഷ്ട്രീയം വായിക്കുന്ന ഒരു സാധാരണ വായനക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നേതാവിൻ്റെ ആവശ്യം കാണിക്കുന്നത്. ഇവിടെ എന്തോ ഒരു അടിസ്ഥാനപരമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ ദൗർബല്യം ഉണ്ടെന്നാണ്. നമ്മളെ രക്ഷിക്കേണ്ടത് ഭരണഘടനയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയോ നേതാവോ ഒന്നുമല്ല. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. 10-70 കൊല്ലമായിട്ട് ലോകത്ത് 19 വർഷമാണ് ഒരു ഭരണഘടനയുടെ ശരാശരി ആയസ് ലോകത്ത്. നമ്മൾ 70-75 കൊല്ലമൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നില്ല. ആ ഭരണഘടന നമ്മളെ രക്ഷിക്കണം, നിയമവാഴ്ച. അല്ലാതെ ഏതെങ്കിലും ഒരു വലിയൊരു നേതാവ് വന്ന് ഗാന്ധിജിക്ക് പകരമാവുകയോ ഗാന്ധിജി തന്നെ കാർട്ടൂണിൽ ഇപ്പോൾ റാൻഡമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കൊല്ലം ഗാന്ധിജിയുടെ കാർട്ടൂണുകളുടെ സംഖ്യ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൊല്ലത്തിൽ സോഷ്യൽ സ്ട്രെസ്സോ എന്തെങ്കിലും തരത്തിലുള്ള റയറ്റ്സോ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കാം. അപ്പോൾ ഗാന്ധിജിയുടെ സാന്നിധ്യം, വളരെ നല്ല മനുഷ്യനായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു 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 അപകട സൂചനയാണ്. കാർട്ടൂണുകളുടെ സാന്നിധ്യമാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ചിത്രത്തിൽ തന്നെ ഇപ്പോൾ ഗാന്ധി കാർട്ടൂണിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ട ഒരാൾ ആ സ്ട്രക്ചർ കൊണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ വളരെ ലളിതമായ ഏറ്റവും കുറഞ്ഞ വരകളിലൂടെ ഗാന്ധിയെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതുപോലെ ബാക്ക്ഗ്രൗണ്ടും മറ്റ് തിക്കായിട്ടുള്ള വരകളും ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ നിലയിൽ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഗാന്ധിയെ സർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഏറ്റവും ലളിതമായ വരയിൽ കൂടി കാണുന്ന ഗാന്ധിയും എൻ്റെ ഇപ്പുറത്ത് കാണുന്ന പോലെ തന്നെ ഒരുപാട് വരകളിൽ കൂടി കാണുന്ന ഗാന്ധിയും. അപ്പോൾ കാർട്ടൂണിൻ്റെ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ കാർട്ടൂണിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ അത് വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ഈ വരയ്ക്കുമ്പോൾ ഉള്ള ലാളിത്യം ഒരു ഡിസെപ്റ്റീവ് ലാളിത്യമാണ്. അത് പെട്ടെന്ന് നമ്മളെ കെണിയിൽ വീഴ്ത്തുന്ന ഒരു സ്വഭാവമാണ്. സ്വയം പുള്ളി അപനിർമ്മിക്കുക എന്തോ ചെയ്ത് അതിപരിഷ്കാരിയായ ഒരു ബാരിസ്റ്റർ ഈ സ്വന്തം നിലയ്ക്ക് തന്നെ അദ്ദേഹം സ്വയം ഒരു കാരിക്കേച്ചറായിട്ട് മാറി. അതായത് ഹീ വെൻറ്റ് ഹാഫ് വേ, പാതി വഴി, കാർട്ടൂണിസ്റ്റിലേക്കുള്ള പാതി വഴി അദ്ദേഹം നടന്നു. അത്രയും സ്വയം സരളമാക്കി തന്നു. ഇനി ഏത് കുട്ടിക്കും എന്നെ വരയ്ക്കാം, എന്നെ പരിഹസിച്ചോളൂ
എന്നാണ് പറയുന്നത്. അതൊരു ടോണ്ടാണ്, അതൊരു ഒരു നമ്മളെ ഒന്ന് ഒരു വരയ്ക്കുന്ന ഒരാളെ പ്രകോപിപ്പിക്കുന്ന ഒരു സ്വഭാവം ഗാന്ധിജിക്കുണ്ടത്. ആ സ്വഭാവമുണ്ട്. സാമാന്യം നല്ല കാർട്ടൂണിസ്റ്റിന് ചേർന്ന വിറ്റുമുണ്ട് ഒറ്റവാചകങ്ങൾ, ഗാഗൊക്കെ. ഐ ഫോർ എൻ ഐ വിൽ മേക്ക് ദ ഹോൾ വേൾഡ് ഗോ ബ്ലൈൻഡ് എന്ന് ഏത് കാർട്ടൂണിസ്റ്റിനും അസൂയ തോന്നുന്ന ഗാഗല്ലേ, അങ്ങനെ ഒരു ഒറ്റവാചകം എഴുതാൻ പറ്റിയാൽ. അതൊക്കെയുണ്ട്. ഈ കാർട്ടൂണിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം സരളമായിട്ട് കാര്യങ്ങൾ പറയുകയും അതേസമയത്ത് തുടർ വായനയുള്ളൊരു മാധ്യമമായതുകൊണ്ട് അതിന് സങ്കീർണതകളും തുടർച്ചകളും ഉണ്ട് കാർട്ടൂൺ. അതും ഗാന്ധിജിക്കറിയാം. ഒറ്റ കാർട്ടൂണാണ് സരളമായിരിക്കുന്നത്, പക്ഷേ തുടർ വായനയിൽ കാർട്ടൂണിൽ ന്യൂആൻസിങ് ഉണ്ട്, ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊരു ഡയലോഗിന് പറ്റിയ മാധ്യമമായിട്ട് ഗാന്ധിജി കണ്ടിരുന്നു. കാർട്ടൂൺ ഒരു സംഭാഷണത്തിൻ്റെ കലയാണെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായിരുന്നു. അത് കാർട്ടൂണിസ്റ്റുകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എടുത്ത് പെരുമാറാൻ പറ്റുന്നത് ഇങ്ങനെ. അപ്പോൾ ഗാന്ധിജി ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആദർശത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരാളാണ്, അതിനപ്പുറം ഒന്നുമില്ല എന്നൊന്നും ഒരു കാർട്ടൂണിസ്റ്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് സാധാരണ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒരു തലം നമുക്ക് തൊടണമെങ്കിൽ ഈ മനുഷ്യൻ നമ്മളെ സഹായിച്ചിരുന്നു, ഒരു ഡിവൈസ് പോലൊക്കെ. അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത് ബഹുമാനക്കുറവ് കൊണ്ട് പറയുന്നതല്ല. ഞാനൊരു ഗാന്ധിയനൊന്നും അല്ല, ഒരു കാലത്തും ആയിരുന്നിട്ടുമില്ല. പക്ഷേ വരയ്ക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഈ മനുഷ്യൻ കാർട്ടൂണുകളിൽ, നമ്മുടെ കാർട്ടൂണിൽ മാത്രമല്ല ആരുടെ കാർട്ടൂണുകളിലും, എല്ലാ കണ്ടംപററി കാർട്ടൂണിസ്റ്റിൻ്റെ കാർട്ടൂണുകളിലും ഗാന്ധിജി കയറി വരുന്നത് കാണാം. അതിൻ്റെ മുകളിൽ കാർട്ടൂണിസ്റ്റിന് വലിയ നിയന്ത്രണം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. വാർത്തകളാണ് ഗാന്ധിജിയെ നമ്മുടെ കാർട്ടൂണിൽ കൊണ്ടിടുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത മോശമാകുന്ന ഒരു കാലത്ത് ഗാന്ധിജി തുടർച്ചയായിട്ട് കാർട്ടൂണുകളിൽ വന്നു പോകും. നമ്മൾ ഇപ്പോൾ കണ്ട ചിത്രങ്ങളെല്ലാം, കാർട്ടൂൺ ചിത്രങ്ങളെല്ലാം ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളിൽ വന്നതാണ്. മലയാള പ്രസിദ്ധീകരണങ്ങൾ എങ്ങനെയാണ് ഗാന്ധിജി കൈകാര്യം ചെയ്ത കാർട്ടൂൺ എന്നാൽ? ഞാൻ അതിൻ്റെ റിസർച്ച് മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ല. നമ്മളെല്ലാം അല്ല, അഗ്രണിയൊക്കെ നമ്മൾ കണ്ടത് മറാഠി പബ്ലിക്കേഷനാണ്. പക്ഷെ മിക്കവാറും നമ്മൾ കണ്ടത് ഇംഗ്ലീഷിൽ വന്നതാണ്. പിന്നെ കാർട്ടൂണിൻ്റെ ഭാഷ ദൃശ്യഭാഷയൊക്കെ ആയതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ. ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന എക്സ്പ്രഷനിലും ഈ ദൃശ്യഭാഷയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്താണ്. മലയാളത്തിലെ ഗാന്ധിജി എടുത്ത് നോക്കേണ്ടതാണ്, നല്ലോണം പഠിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് വൈക്കം സത്യാഗ്രഹം ഇവിടെ സവിശേഷമായ രീതിയിൽ ഇടപെട്ടത്. ഇവിടെ നമ്മൾ സർ സി പിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. ബാക്കി എല്ലായിടത്തും ദേശീയ തലത്തിൽ ആഗോളതലത്തിലും ഇത്രയും സ്വീകാര്യനായതിനു ശേഷം 1940 ജാനുവരി ഫെബ്രുവരിയിലാണ് സർ സി പി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് തിരുവിതാംകൂർ പോലെ നല്ല വിദ്യാസമ്പന്നമായ സാക്ഷരതയിലെങ്കിലും മുന്നിട്ട് നിന്നിരുന്ന ഒരു പ്രദേശത്ത് അതിൻ്റെ ഭരണകർത്താവിന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ലജ്ജയോടുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് സാമാന്യം.